Good morning. Today we are going to discuss Atterberg limits or consistency limits. Consistency denotes the degree of firmness of soil or the relative ease with soil can be deformed. The term is commonly used for fine-grained soils. If water is added into the soil mass, the soil mass passes through various stages of consistency. Swedish agriculturist Atterberg classified the entire range from liquid state to solid state into four various stages. Those are liquid state, plastic state, semi-solid state, and finally solid state. Like this. Atterberg limits are water contents at which soil mass pass from one stage to another stage. Atterberg limits എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോയിലിനെ നമുക്ക് ഡിഫോം ചെയ്യാൻ പറ്റുന്ന ഈസിനെസ്സിനെയുമാണ് അട്ടർബർഗ് ലിമിറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇവ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസിനാണ് ഉപയോഗിക്കുന്നത്. ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ് ആയിട്ടുള്ള സിൽറ്റ്, ക്ലേ കൊണ്ടൊക്കെയാണ് നമ്മൾ വിവിധ രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോയിലിലോട്ട് വെള്ളം ആഡ് ചെയ്യുമ്പോൾ സോയിൽ പ്രധാനമായും 4 സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. ദോസ് ആർ ലിക്വിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, സെമി സോളിഡ് സ്റ്റേറ്റ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്. സ്വീഡിഷ് അഗ്രികൾച്ചറിസ്റ്റ് ആയ അട്ടർബർഗ് ആണ് സോയിലിന്റെ ഈ 4 ഡിഫറെന്റ് സ്റ്റേജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ അട്ടർബർഗ് ലിമിറ്റ്സ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ്സ് ആണ്. ഓരോ പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റിലെ അവ ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലോട്ട് കടന്നു പോകുന്നു. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ബിറ്റ്വീൻ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ മാസ് ആൻഡ് വാട്ടർ കണ്ടന്റ്. Total volume of soil mass is taken in y-axis and water content is taken in x-axis. A soil containing high water content is in liquid state. നന്നായിട്ട് വാട്ടർ കണ്ടന്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സോയിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ ആയിരിക്കും. And there is no resistance to shear deformation and shear strength is equal to 0. ലിക്വിഡ് സ്റ്റേറ്റിൽ അവിടെ ഷിയർ ഡിഫോർമേഷനോട് ഒരു റെസിസ്റ്റൻസും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഷിയർ സ്ട്രെങ്ത് 0 ആയിരിക്കും. ഓക്കെ, വെൻ വാട്ടർ കണ്ടന്റ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും നമ്മൾ വാട്ടർ കണ്ടന്റ് കുറച്ച് വരുമ്പോൾ സോയിൽ ബിക്കം സ്റ്റിഫർ ആൻഡ് സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ഷിയർ റെസിസ്റ്റൻസ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും നമ്മൾ വാട്ടർ കണ്ടന്റിനെ കുറച്ച് വരുമ്പോൾ സോയിൽ സ്റ്റിഫറായി മാറുന്നു. അതുപോലെ തന്നെ അവിടെ ഷിയർ സ്ട്രെങ്ത്തും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ബേസ്ഡ് ഓൺ ദിസ് വി ഹാവ് ടു സ്റ്റഡി 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അട്ടർബർഗ് ലിമിറ്റ്സ് ഓർ കൺസിസ്റ്റൻസി ലിമിറ്റ്സ്. ദോസ് ആർ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് shrinkage limit. The water content at which soil changes from liquid state to plastic state is known as liquid limit and is marked as W(L). It is the water content at which soil ceases to behave like a liquid. സോയിലെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാറുന്ന ആ വാട്ടർ കണ്ടന്റിനെ പറയുന്ന പേരാണ് ലിക്വിഡ് ലിമിറ്റ്. ഇതിനെ നമ്മൾ W(L) കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സോയിൽ സാമ്പിള് അല്ലെങ്കിൽ ആ സോയിൽ മാസ് ഒരിക്കലും ലിക്വിഡായിട്ട് ബിഹേവ് ചെയ്യുകയില്ല. ഇൻ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് സോയിൽ എക്സിബിറ്റ് ദി പ്രോപ്പർട്ടി ഓഫ് പ്ലാസ്റ്റിസിറ്റി. Soil can be molded into different shapes without rupturing. Okay, plastic സ്റ്റേറ്റിലെ നമ്മുടെ സോയിലിന് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇത് കാരണം നമുക്ക് സോയിലിനെ ഡിഫറെന്റ് ഷേപ്പിലോട്ട് മൗൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പ്ലാസ്റ്റിസിറ്റി ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് thin scaly like particles which carry on their surfaces electromagnetic charges. Okay, പ്ലാസ്റ്റിസിറ്റി പ്രധാനമായിട്ടും സോയിൽ അടങ്ങിയിട്ടുള്ള തിൻ സ്കെയിലി ലൈക്ക് പാർട്ടിക്കിൾസ് കൊണ്ടാണ്.
ഈ പാർട്ടിക്കിൾസിന് അവയുടെ സർഫസസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ചാർജസ് ഉണ്ട്. വാട്ടർ മോളിക്യൂൾസ് ആർ ബൈപോളാർ and they orient like tiny magnets in the magnetic field next to the surface of soil particles. വാട്ടർ മോളിക്യൂൾസ് ബൈപോളാർ ആണ്, അതായത് രണ്ട് പോൾസ് ഉണ്ട്, ഒരു പ്ലസ് എന്നുള്ള പോളും ഉണ്ട്, ഒരു മൈനസ് എന്നുള്ള പോളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ചെറിയ മാഗ്നറ്റുകൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റെഡ് കളറിലുള്ളത് സോയിൽ പാർട്ടിക്കിൾസ് ആണ്, പിന്നെ ഈ ബ്ലാക്ക് കളറിലുള്ളത് വാട്ടർ മോളിക്യൂൾസ് ആണ്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് ബൈപോളാർ ആണ്, അതാണ് പ്ലസും മൈനസും കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സോയിൽ പാർട്ടിക്കിൾസിന് എന്തുണ്ട്? സർഫസിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ചാർജസ് ഉണ്ട്. അതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് സോയിലിന്റെ പ്ലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടിക്ക് കാരണം. ഓക്കെ, when enough water is present in the soil sample and when soil is subjected to deformation, these soil particles slip each other and move into new positions and does not return into the previous positions. നമ്മുടെ സോയിലിൽ ഇനഫ് വെള്ളം പ്രസന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് സോയിലിന് കൊടുക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? സ്ലിപ്പായിട്ട് പോകും. അങ്ങനെ അവ പുതിയ പൊസിഷനിലോട്ട് മാറും. ഇതുകൊണ്ടാണ് നമുക്ക് ക്ലേ പോലുള്ള സോയിൽ കൊണ്ട് വേണ്ട രൂപങ്ങൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സോയിലുള്ളത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടർ കണ്ടന്റ് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ സോയിലിന്റെ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് തുടങ്ങുന്നു. ഓക്കെ, ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ടു സെമി സോളിഡ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ഈസ് റെപ്രസെന്റഡ് ബൈ W(P). So plastic limit is the water content at which soil stops behaving like a plastic and cracks when molded. നമ്മൾ സോയിൽ കൊണ്ട് എന്തെങ്കിലും രൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രാക്സ് വീഴും. അപ്പോൾ ആ ഒരു വാട്ടർ കണ്ടന്റിനെ പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. When water content is reduced below plastic limit, the volume of soil mass decreases with a decreasing water content. നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ താഴെ വാട്ടർ കണ്ടന്റ് കുറച്ച് കഴിഞ്ഞാൽ സോയിൽ മാസിന്റെ വോളിയം കുറഞ്ഞു വരുന്നു, നമ്മൾ വാട്ടർ കണ്ടന്റ് കുറക്കുന്നതിനനുസരിച്ച്. സോ shrinkage limit is the water content at which soil changes from semi-solid state to solid state. സോയിൽ സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്ന ആ വാട്ടർ കണ്ടന്റിനെ പറയുന്ന പേരാണ് shrinkage limit. ഓക്കെ, shrinkage limit is the water content at which soil stops further shrinking and attains a constant volume. shrinkage ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ സോയിൽ പിന്നെ ഷ്രിങ്ക് ചെയ്യില്ല, പിന്നീട് സോയിലിന് ഒരു കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഇതാണ് shrinkage ലിമിറ്റ്. shrinkage ലിമിറ്റിനെ നമ്മൾ W(S) കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ലിമിറ്റിൽ നിന്ന് shrinkage ലിമിറ്റിലോട്ട് വരുന്ന ഈ ഒരു സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ കണ്ടന്റ് കുറയുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മുടെ സോയിൽ സാമ്പിളിന്റെ വോളിയം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, shrinkage ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ സോയിലിന്റെ വോളിയം എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ shrinkage limit is the lowest water content at which soil sample is fully saturated. സോയിൽ സാമ്പിൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലോവസ്റ്റ് വാട്ടർ കണ്ടന്റ് ആണ് അപ്പോൾ shrinkage limit. Next we have to study two terms. Those are shrinkage index and plasticity index. Shrinkage index, it is the numerical difference between the plastic limit and shrinkage limit. Shrinkage index എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ലിമിറ്റും shrinkage ലിമിറ്റും തമ്മിലുള്ള ന്യൂമറിക്കൽ ഡിഫറൻസിനെയാണ്. അപ്പോൾ നമ്മുടെ ഫിഗറിൽ ഈ ഒരു
പോർഷനാണ് ശ്രിങ്കേജ് ഇൻഡെക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തമ്മിലുള്ള ന്യൂമറിക്കൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഓക്കെ, ഈ ഒരു റീജിയനിലാണ് നമ്മുടെ സോയില് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ് നമ്മൾ പറയുന്നത്. അതായത് സോയില് പ്ലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് റെപ്രസെന്റ്സ് ദി എമൗണ്ട് ഓഫ് ക്ലേ പ്രസന്റ് ഇൻ ദ സോയിൽ. സോയിലിൽ എത്രമാത്രം ക്ലേ എമൗണ്ട് പ്രസന്റ് ആണ് എന്നാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും പ്ലാസ്റ്റിക് ലിമിറ്റ് ലിക്വിഡ് ലിമിറ്റിന് ഈക്വലോ ഗ്രേറ്റർ ദാനോ ആവുകയാണെങ്കിൽ അവിടെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 0 ആയിരിക്കും. ഇൻ സാൻഡി സോയിൽസ്, സാൻഡി സോയിൽസിന്റെ കേസ് എന്താണ്? അവിടെ ക്ലേ എമൗണ്ട് ഉണ്ടായിരിക്കുമോ? ഇല്ല. അത് ആ സോയിൽ പ്ലാസ്റ്റിക് ആയിരിക്കും? ഇല്ല. നമുക്ക് വ്യത്യസ്ത രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാൻഡി സോയിൽസ് കൊണ്ട് കഴിയില്ല. So in case of sandy soils, plasticity index is reported as non-plastic or NP. Okay, next we have to study two terms. Those are consistency index and liquidity index. So first we can look consistency index. It is otherwise known as relative consistency. Okay, it is represented by I suffix C. It is the ratio of liquid limit minus natural water content to the plasticity index. Okay, liquid ലിമിറ്റിൽ നിന്ന് നാച്ചുറൽ വാട്ടർ കണ്ടന്റ് മൈനസ് ചെയ്യുക. ഈ വാല്യൂ അതുപോലെ തന്നെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ കൺസിസ്റ്റൻസി ഇൻഡെക്സ്. അപ്പോൾ WL മൈനസ് WN ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിന് പകരം നമുക്ക് ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെൻ ലിക്വിഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു നാച്ചുറൽ വാട്ടർ കണ്ടന്റ്, ലിക്വിഡ് ലിമിറ്റും നാച്ചുറൽ വാട്ടർ കണ്ടന്റും ഈക്വൽ ആയിട്ട് വരിക. ലിക്വിഡ് ലിമിറ്റും നാച്ചുറൽ വാട്ടർ കണ്ടന്റും ഈക്വൽ ആയിട്ട് വരിക. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്തായിട്ട് മാറും? 0. അങ്ങനെ ഐസിയുടെ വാല്യൂ 0 കിട്ടുന്നു. ഇവിടെ സോയില് ഫേം ആയിരിക്കില്ല. വെൻ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഈസ് ഈക്വൽ ടു പ്ലാസ്റ്റിക് ലിമിറ്റ്, നാച്ചുറൽ വാട്ടർ കണ്ടന്റ് പ്ലാസ്റ്റിക് ലിമിറ്റിന് ഈക്വൽ ആകുമ്പോൾ കൺസിസ്റ്റൻസി ഇൻഡെക്സിന്റെ വാല്യൂ 1 എന്ന് കിട്ടുന്നു. അവിടെ സോയില് ഫേം ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നാച്ചുറൽ വാട്ടർ കണ്ടന്റിന്റെ വാല്യൂ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതായത് WP. അപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഈക്വൽ ആകുന്നു. അങ്ങനെ ഐസിയുടെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് കേസ്, വെൻ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് വാല്യൂ ഈസ് ലെസ് ദാൻ പ്ലാസ്റ്റിക് ലിമിറ്റ്. നാച്ചുറൽ വാട്ടർ കണ്ടന്റിന്റെ വാല്യൂ പ്ലാസ്റ്റിക് ലിമിറ്റിനേക്കാളും കുറവായി വരുന്ന കേസ്, അവിടെ കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നമ്മുടെ സോയില് സെമി സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി ലാസ്റ്റ് കേസ്, വെൻ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ് ലിമിറ്റ്. നാച്ചുറൽ വാട്ടർ കണ്ടന്റിന്റെ വാല്യൂ ലിക്വിഡ് ലിമിറ്റിനേക്കാളും കൂടുതലായിട്ട് വരിക. അപ്പോൾ നാച്ചുറൽ വാട്ടർ കണ്ടന്റിന്റെ വാല്യൂ ലിക്വിഡ് ലിമിറ്റിനേക്കാളും കൂടുതലായി വരുമ്പോൾ ഇവിടുത്തെ ന്യൂമറേറ്ററിന്റെ വാല്യൂ നെഗറ്റീവ് ആകുന്നു. അങ്ങനെ നമുക്ക് IC നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു കേസിൽ സോയില് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. സോ ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ വാട്ടർ കണ്ടന്റ് 0% മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ലിമിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിക്വിഡ് ലിമിറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വാട്ടർ കണ്ടന്റ് ലിക്വിഡ് ലിമിറ്റിൽ നിന്ന് കുറച്ച് 0%ലോട്ട് വരുമ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സോയിലിന്റെ ഫേമിനെസ്സും ഇൻക്രീസ് ചെയ്യുന്നു. ഫേമിനെസ് മീൻസ് ഹാർഡ്നെസ് അല്ലെങ്കിൽ ദൃഢത എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ വാട്ടർ കണ്ടന്റ് 0%ൽ നിന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്തു പോവുകയാണെങ്കിൽ, ലിക്വിഡ് ലിമിറ്റിനേക്കാൾ ബിയോണ്ട് ഇൻക്രീസ് ചെയ്തു പോവുകയാണെങ്കിൽ അവിടെ ലിക്വിഡ് സ്റ്റേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അവിടെ സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് ഉണ്ടായിരിക്കില്ല. പിന്നെ അത് ലിക്വിഡ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കും. നെക്സ്റ്റ് ഈസ് ലിക്വിഡിറ്റി ഇൻഡെക്സ് ഓർ വാട്ടർ പ്ലാസ്റ്റിസിറ്റി റേഷ്യോ.
It is used as the same purpose of consistency index, that is to identify or to understand the firmness of soil. Liquidity index is represented by I suffix L, and it is the ratio of natural water content minus plastic limit to the plasticity index. Natural water content plastic limit തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും തമ്മിലുള്ള റേഷ്യോ ആണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു WN മൈനസ് WP ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, when natural water content is equal to plastic limit, natural water content plastic ലിമിറ്റിന് ഈക്വൽ ആവുമ്പോൾ ILന്റെ വാല്യൂ നമുക്ക് 0 കിട്ടുന്നു. നാച്ചുറൽ വാട്ടർ കണ്ടന്റും പ്ലാസ്റ്റിക് ലിമിറ്റും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ നമുക്ക് 0 കിട്ടുന്നു. അങ്ങനെ ILന്റെ വാല്യൂ 0 കിട്ടുന്നു. when natural water content is equal to its liquid limit, നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ലിക്വിഡ് ലിമിറ്റിന് ഈക്വൽ ആവുമ്പോൾ ILന്റെ വാല്യൂ നമുക്ക് 1 കിട്ടുന്നു. ഓക്കെ, ഇനി when natural water content is less than plastic limit, നാച്ചുറൽ വാട്ടർ കണ്ടന്റ് പ്ലാസ്റ്റിക് ലിമിറ്റിനേക്കാളും കുറവാകുമ്പോൾ ILന്റെ വാല്യൂ നമുക്ക് നെഗറ്റീവ് കിട്ടുന്നു. ഇവിടെ ചെക്ക് ചെയ്താൽ മതി, നാച്ചുറൽ വാട്ടർ കണ്ടന്റിന്റെ വാല്യൂ WPനേക്കാളും കുറവാകും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ത് കിട്ടും? ന്യൂമറേറ്ററിലെ വാല്യൂ നെഗറ്റീവ് കിട്ടുന്നു. അപ്പോൾ ഇവിടുത്തെ സോയിൽ എങ്ങനെയായിരിക്കും? ഹാർഡർ ആയിരിക്കും, ബ്രിട്ടിൽ ആയിരിക്കും. ഓക്കെ, ഇനി when natural water content value is greater than its liquid limit, നാച്ചുറൽ വാട്ടർ കണ്ടന്റിന്റെ വാല്യൂ ലിക്വിഡ് ലിമിറ്റിനേക്കാളും കൂടുതലാകുന്ന ഒരു കേസ്, അവിടെ ലിക്വിഡിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, 1നേക്കാളും കൂടുതലായിരിക്കും. അവിടെ സോയില് ബിഹേവ്സ് ലൈക്ക് എ ലിക്വിഡ്, സോയില് ഒരു ലിക്വിഡിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ട്, 0% വാട്ടർ കണ്ടന്റ്, ഇവിടെ പ്ലാസ്റ്റിക് ലിമിറ്റ്, ഇവിടെ ലിക്വിഡ് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടർ കണ്ടന്റിന്റെ പെർസെൻറ്റേജ് കൂടുന്നതോറും ലിക്വിഡിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ കൂടുന്നു. അങ്ങനെ സോയിലിന്റെ ഫെർമിനെസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ലിക്വിഡിറ്റി ഇൻഡെക്സിന്റെയും കൺസിസ്റ്റൻസി ഇൻഡെക്സിന്റെയും സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. Okay, IL plus IC equal to 1. Next, we have to study two terms. Those are shrinkage ratio and volumetric shrinkage. So first we can look shrinkage ratio. It is the ratio of a given volume change expressed as a percentage of dry volume to the corresponding change in water content above shrinkage limit, and expressed as a percentage of weight of over dried soil. So shrinkage ratio can be written as SR, which is equal to V1 minus V2 divided by VD into 100 whole divided by W1 minus W2. So നമുക്ക് ഈ ഗ്രാഫ് ഒന്നും കൂടെ കൺസിഡർ ചെയ്താലോ? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ സോയിൽ സാമ്പിൾ സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ വാട്ടർ കണ്ടന്റ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ആദ്യം ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് പോകുന്നു, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു, സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു, അല്ലേ? അപ്പോൾ വാട്ടർ കണ്ടന്റ് കുറഞ്ഞ് ശ്രിങ്കേജ് ലിമിറ്റ് വരെ എത്തുന്നു. വാട്ടർ കണ്ടന്റ് കുറഞ്ഞ് ശ്രിങ്കേജ് ലിമിറ്റ് എത്തുന്നത് വരെ വാട്ടർ കണ്ടന്റ് കുറയുന്നതിനോടൊപ്പം തന്നെ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നു. AB എന്നുള്ള ലൈൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബിയോണ്ട് ശ്രിങ്കേജ് ലിമിറ്റ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? പിന്നീട് അങ്ങോട്ടേക്ക് വോളിയം ചേഞ്ച് ഇല്ല. CB എന്നുള്ള ലൈന് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ വോളിയം എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. സോ നമ്മുടെ ഇക്വേഷനിലെല്ലാം VD എന്ന് പറയുന്നത് ഡ്രൈ വോളിയം ആണ്. അതായത് CB എന്നുള്ള പോർഷനിലുള്ള നമ്മുടെ സോയിൽ സാമ്പിളിന്റെ വോളിയം ആണ്. അതൊരു കോൺസ്റ്റന്റ് വോളിയം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? AB എന്നുള്ള സെക്ഷന് കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ ഏതെങ്കിലും 2 പോയിന്റിലുള്ള വാട്ടർ കണ്ടന്റ് കൺസിഡർ ചെയ്യുക. ഈ വാട്ടർ കണ്ടന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ആണ് V1 V2. ഓക്കെ, ഇപ്പൊ ഈ ഒരു റീജിയനിലെല്ലാം 2 വാട്ടർ കണ്ടന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ചേഞ്ച്
എത്രമാത്രമാണ് നമ്മുടെ ഡ്രൈ വോളിയമായിട്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രിങ്കേജ് റേഷ്യോയിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Shrinkage ratio will be equal to its mass specific gravity when soil is in dry state. സോയിൽ ഡ്രൈ സ്റ്റേറ്റിലാകുമ്പോൾ അവിടുത്തെ ശ്രിങ്കേജ് റേഷ്യോ എന്ന് പറയുന്നത് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ റിട്ടൺ ആസ് ശ്രിങ്കേജ് റേഷ്യോ ഈക്വൽ ടു ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു വിച്ച് ഈസ് ഈക്വൽ ടു GM, ദാറ്റ് ഈസ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി. നെക്സ്റ്റ് ഈസ് വോളിമെട്രിക് ശ്രിങ്കേജ്. It is defined as the decrease in volume of soil mass expressed as the percentage of dry volume of soil mass when water content is reduced from a given value to its shrinkage limit. Okay, വോളിമെട്രിക് ശ്രിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വോളിയത്തിലുള്ള ഡിക്രീസ് ആണ് കമ്പയർഡ് ടു ഡ്രൈ വോളിയം ഓഫ് സോയിൽ മാസ്. ഡ്രൈ വോളിയം ഓഫ് സോയിൽ മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള വോളിയത്തിലുള്ള ഡിക്രീസിനെയാണ് നമ്മൾ വോളിമെട്രിക് ശ്രിങ്കേജ് എന്ന് പറയുന്നത്. അവിടെ വാട്ടർ കണ്ടന്റിനെ ഒരു ഗിവൺ വാല്യൂവിൽ നിന്ന് നമ്മൾ ശ്രിങ്കേജ് ലിമിറ്റിലോട്ട് കുറച്ചിട്ടുണ്ടാവും. വോളിമെട്രിക് ശ്രിങ്കേജ് ഈസ് ഈക്വൽ ടു V1 minus VT by VD into 100 or otherwise we can write volumetric shrinkage is equal to W1 minus WS into SR. SR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രിങ്കേജ് റേഷ്യോ, VD dry volume of soil mass, WS shrinkage limit. Okay, thank you.